ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചാച്ചി പറഞ്ഞാന്ന് പരീക്ഷയ്ക്ക് ജയിക്കുവാണല്ലോ 25 മേടിക്കുവാണെങ്കിൽ ഹോട്ടലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞായിരുന്നു. അച്ചാച്ചി എന്നെ മേടിച്ച് തന്നില്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞായിരുന്നു. ഇവളുമാർ രണ്ടുപേരോട് ആരെ കൊല്ലും എന്നുള്ള മത്സരമാണ്. അതുപോട്ടെ ഇവിടെ വന്ന് നമ്മൾ കഴിക്കാൻ കയറി. പക്ഷേ ഇവിടെ നമുക്ക് എപ്പോഴും വരുമ്പോൾ എടുത്തു തരുന്ന ചേട്ടൻ്റെ തല പൊട്ടിയിരിക്കുവാണ്. എന്താണെന്ന് അറിയത്തില്ല, ചേട്ടൻ വീണതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീണാലാണ് കിടക്കുക, അത്രയും തൂത്തിട്ട് കഴിഞ്ഞിട്ട് പോകാം. ഫാനുവിനോട് എന്തോ പറഞ്ഞാലും അവള് പെട്ടെന്ന് എന്തോ അടി പറയാനൊക്കെ ഗൗരി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കമോൺ, ഇത് അവള് കാണാതെ പഠിച്ചു വെച്ചേക്കുവാണ് ഗൈസ്. സ്റ്റൈൽ കൂടി പോയതാ. ഷോഷറല്ല, ടൊമാറ്റോ സോസ്. ഷോഷറല്ല കേട്ടോ, ടൊമാറ്റോ. അച്ചാച്ചി ഇനി ഇവിടെ കിടന്നാൽ ഇവിടെ ബില്ല് കൊടുത്തിട്ട് കിടക്കണ്ടോ? ടേസ്റ്റും കിട്ടും. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാൻ പറ്റും. എങ്ങോട്ട്? ഡ്യൂട്ടിക്ക്. ശരിയാ, ബാക്കി ഉണ്ടെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം അല്ലേ. ഗായ്സ്, നമ്മൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വന്നല്ലോ, പൊറോട്ടയാണല്ലോ. പക്ഷെ എത്രണ്ണം വെച്ചിട്ടാന്ന് ആദ്യമേ. നമ്മുടെ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് പൊറോട്ട. പക്ഷേ ഏറ്റവും കൂടുതൽ സൈഡ് എഫക്റ്റും ഏറ്റവും അധികം ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫുഡാണ് നമ്മുടെ പൊറോട്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊറോട്ട എന്ന് പറയുന്നത് മൈദയാണ്. ഗോതമ്പിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് മൈദ. അതോടൊപ്പം തന്നെ അത് നമ്മുടെ കുടലിനെ പറ്റി പിടിച്ചിരുന്നാൽ നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയാസ് നഷ്ടപ്പെടും. നമ്മുടെ ഡൈജഷന് വേണ്ട ബാക്ടീരിയ എല്ലാം നഷ്ടപ്പെട്ട് അവിടെ ലീഷൻ ഉണ്ടായി അത് ക്യാൻസറിലേക്കും അൾസറിലേക്കും ഒക്കെ ലീഡ് ചെയ്യും. പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്നതോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഒത്തിരിയായി നിങ്ങൾക്കും ബോറാണ്, ഞങ്ങൾക്കും ബോറാണ്. ഞങ്ങൾക്ക് ബോറല്ല, ഞങ്ങൾക്ക് അത്രയും കൂടെ ടൈം കിട്ടും. എനിവേ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നല്ലൊരു ഇൻഫർമേഷൻ തന്നുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബായ്.